സ്വീകരണ മുറിയിൽ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങ് അല്ല വലിയ വെട്ടമായി മാറിയ മിന്നാമിനിങ്ങിന്റെ ഈ നാടൻ പാട്ടരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. Realtors മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. മിന്നാമിനുങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. മഹതി മാം സ്വാഗതം. കുബുസ്വാമി സർ സ്വാഗതം. നാദർഷിക ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ജഡ്ജസ്. അപ്പൊ നമ്മൾ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്തു. ഇനി നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർക്കസ്ട്ര ടീമാണ്. സ്വാഗതം. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയിലേക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മിന്നാമിനുങ്ങിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരസ്പരം റൗണ്ടിലൂടെയാണ്. പരസ്പരം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നത് സുഭാഷും അപർണയുമാണ്. ലെറ്റ്സ് വെൽക്കം സുഭാഷ് ആൻഡ് അപർണ. സുഭാഷ്, ഹായ്. അപർണ, ഓക്കെ. ഇന്ന് നല്ല രസമുണ്ട് രണ്ടുപേരുടെയും കോസ്റ്റ്യൂം കാണാൻ. ഏത് പാട്ടാ പാടുന്നത്? നല്ലൊരു ആഘോഷപ്പാട്ടാണ്, കടപ്പുറത്തേന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഓക്കെ, അപ്പൊ ആഘോഷമാക്കി മാറ്റുമല്ലോ. ശ്രമിക്കാം. വളരെ സൈലന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന കണ്ട തോന്നുന്നു ആള് ഭയങ്കര പാവമാണ്. ഇതൊന്നും അല്ല കയ്യിരിപ്പ്. കണ്ടില്ലല്ലോ, എപ്പിസോഡ് കാണുമ്പോ കണ്ടോ പറഞ്ഞേട്ടാ. ഓക്കെ, അപ്പൊ നന്നായിട്ട്
സുഭാഷ്, ഹായ്. അപർണ ചേച്ചി. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യം കുപ്പസ്വാമി സാർ. சுபாஷ், சார் இப்போ எனக்கு நல்லா இருக்கு பாட்டு, நல்லா வந்தது. ஒரு சின்ன டவுட் இருக்கு. இந்த சரணம் வர்றப்போ அபர்ணா பாடினது வந்து ஒரு ஒரு கான்செப்டா இருக்குது. இப்போ மறுபடியும் அதை வாங்கி சுபாஷ் பாடும்போது அது வேற மாதிரி வந்த மாதிரி தெரியுதே. படம் എന്നാങ്ങളമാരേഴു പേരെ എനിക്കൊരു ഞാലിട്ടു തായോ. ഇതല്ലേ പാടിയത് അപർണ? അതല്ലേ പാടിയത്? സുഭാഷ് ഇപ്പൊ പാടൂ. എന്റെ പെങ്ങൾ ശ്രീ പാർവതിയെ കണ്ടോ? ഇതിലേതാണ് കറക്റ്റ്? എന്റെ പെങ്ങൾ ശ്രീ പാർവതിയെ നിനക്കൊരു നാലിട്ടു തരാം. ഇപ്പോ അപർണ പാടിയത് വേറെ നോട്ടാണ്, സുഭാഷ് പാടുന്നത് വേറെ നോട്ടാണ്. നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ? സംഭവം രണ്ടും സിന്ധു ഭൈരവിക്ക് പെട്ടതാണെങ്കിലും അങ്ങനെ വരാൻ പറ്റില്ലല്ലോ അല്ലേ? அந்த நோட்ஸ்ல வரணும்ல, அது வந்தாதான் அது வந்து நன்னா இருக்குண்ணே. ரெண்டு பேருக்கு டுயட்னு வரும்போது அது அப்படிதான் நன்னா, அப்படிதான் பாடுதான் நன்னா இருக்கும். அதுதான் டவுட் ஆகி வரும். மற்றபடி நல்ல வாய்ஸ் த்ரோ நல்லா இருக்கு, நல்லா பாடிருக்கு. நீங்க அபர்ணா வந்து நல்ல ட்ரெஸ்ல வந்திருக்கு இன்னைக்கு. ஓ, இந்த ட்ரெஸ், இந்த பாவாடை தாவணி இப்ப காணாமலே போச்சு. பாவாடை தானே இல்ல, எல்லாம் சுடிதாரிக்கு போய் இந்த ட்ரெடிஷனல் ட்ரெஸ் அப்படின்னா நல்ல டீசென்ட் ஆனது, ட்ரெடிஷனல் ஆனது, நல்ல அழகானதுன்னு பாவாடை தாவணி. பாவாடை தாவணியில் பார்த்த உருவமாயுது, பூவாடை வீசி வர பூத்த பருவமா. பாவாடை தாவணியில் பார்த்த உருவமா, பாலாடை போன்ற முகம் மாறியதேனோ, பனி போல நாணமரை மூடியதேனோ. பாவாடை தாவணியில் பார்த்த உருவமா. பாட்டு நல்ல பாட்டு. அதனால இந்த காஸ்டியூம் ரொம்ப நன்னாயிட்டு. அது வேட்டி நம்ம ட்ரெடிஷனல் பாட்டுக்கு ட்ரெடிஷனல் ட்ரெஸ்ல வந்து நீங்க பாடி இருக்கு, நன்னாயிட்டு. சூப்பர். താങ്ക് യു സാർ. മഹതി മാം. സുഭാഷൻ അപർണ നന്നായിട്ടുണ്ടായിരുന്നു. പാട്ട് സെലക്ഷൻ കൊള്ളാം. സുഭാഷിന് എപ്പോഴുള്ള പ്ലസ് പോയിന്റ്സ് തന്നെയാണ്. സുഭാഷിന്റെ വോയിസ് ത്രോ ആൻഡ് സുഭാഷിന്റെ ക്ലാരിറ്റി, പിച്ചിങ് എല്ലാം. സുഭാഷാണ് ലീഡ് സിംഗർ ഈ ഡ്യുവറ്റിൽ. സോ സുഭാഷ് നന്നായി പെർഫോം ചെയ്തു. എനിക്ക് ഇതൊരു ഡൗട്ട്, വലിയൊരു ഡൗട്ടായിരുന്നു. ഇത് നിങ്ങൾ വേണമെന്ന് വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്തതാണോ, അല്ല അറിയാണ്ട് അപർണ തെറ്റിച്ച് പാടേ, അല്ല സുഭാഷ് തെറ്റിച്ച് പാടേ, അങ്ങനെ എന്തെങ്കിലും ആണോ? കോൺഷ്യസ് ആയിട്ട് നോട്ട്സ് അറിഞ്ഞ് പാടിയതാണെങ്കിൽ അത് കുറച്ചും കൂടി അപർണ ആ നോട്ടിലേക്ക് മാറുമ്പോൾ അത് കുറച്ചും കൂടി കൃത്യമായിട്ട് പാടണമായിരുന്നു. അല്ല അത് അറിയാണ്ട് കൈവിട്ട് പോയി വേറെ നോട്ട് പാടുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. സുഭാഷിനെ തന്നെ എപ്പോഴും ഞങ്ങളൊരു ഓപ്റ്റിമം ലെവൽ പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിന്ന് ഇത്തിരി താഴെയാണ്. അത് സുഭാഷിന് തന്നെ അറിയാം, ആ മുഖത്തുള്ള എക്സ്പ്രഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. സോ എനിവേസ് ഓൾ ദി ബെസ്റ്റ് ടു യു ബോത്ത്. താങ്ക് യു മാം. നാദർഷിക. അനുപല്ലവി പാടിയപ്പോൾ എനിക്ക് തോന്നുന്നു BGM ഇല്ലാതെ കയറി മോള് പാടി അല്ലേ? ആ BGM കഴിഞ്ഞപ്പോൾ കറക്റ്റ് അതിന്റെ ഫ്ലോയിൽ വന്നു. അതിനു മുമ്പ് പാടിയത് BGM ഇല്ലാതെ പാടിയപ്പോൾ ടോട്ടലി ഒരു കൺഫ്യൂഷൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. അത് ശരിയാണോ പറഞ്ഞത്? ശരിയാണോ? BGM ഉണ്ടായിരുന്നിട്ട് വായിക്കാതിരുന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അറിയാതെ കയറി പാടിയാണോ? എന്ത് സംഭവിച്ചു? അറിയാതെ പറ്റിയാണ്. അറിയാതെ പറ്റിയ അബദ്ധം. അപ്പൊ അത്രയ്ക്ക് തന്നെ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ കുഴപ്പങ്ങളും പറഞ്ഞു. താങ്ക് യു ജഡ്ജസ്. അപർണ കരയാനുള്ള പുറപ്പാടിലാണോ? ഡോണ്ട് ഡു. ഓക്കെ സുഭാഷ്, അപ്പൊ ഇനി പറഞ്ഞ മാതിരി പെർഫോമൻസിലെ കുറച്ച് വേരിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി മാർക്സ് ആണ് ചോദിക്കേണ്ടത്. ചോദിക്കാം. അവിടെ കണ്ണീര് പൊഴിക്കുന്നു. പറഞ്ഞു തീർന്നേ ഉള്ളൂ. ഇത് ആനന്ദാശ്രു ആണോ അതോ എന്താണ് ഇത്? മുത്തുപോലെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വരുന്നുണ്ട്.
എന്തായാലും മാർക്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം മാറുമായിരിക്കും. നമുക്ക് ചോദിക്കാം. കുപ്പസ്വാമി സർ 26 മാർക്ക്. മഹതി മാം. സുഭാഷ് 26. നാദർഷിക. സുഭാഷേ 26. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 78 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും വലിയ മാർക്സ് എന്ന് പറയാനില്ല. സുഭാഷിന് എല്ലാ റൗണ്ട്സിലും മിക്കവാറും നല്ല മാർക്സ് കിട്ടാറുണ്ട്. പക്ഷെ ഇനിയും റൗണ്ട്സ് ഉണ്ട്. അതിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സുഭാഷിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. അടുത്തതായി വേഷപ്പകർച്ച റൗണ്ടാണ്. സ്വാതിയാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം സ്വാതി. നിന്നെ നോക്കുന്ന പൊന്നമ്മ ദേവിക്ക് ഞാൻ കൊടുക്കുന്നല്ല പൊന്നുരുളി. സ്വാതി, വേഷപ്പകർച്ച റൗണ്ടാണ്. ശരിക്കും ഈ ഒരു സെഷനിൽ വന്നപ്പോൾ, ഈ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ എല്ലാവരും ഈ ഒരു റെഡിന്റെ ഒരു കോസ്റ്റ്യൂംസ് കാണാറുണ്ടായിരുന്നു. ഏത് പാട്ടാ പാടുന്നത്? എന്നൊരു സർബപ്പാട്ടാണ്. സർപ്പംപാട്ടാണ്. ശരിക്കും അതൊരു പ്രത്യേക ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ സർപ്പംപാട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം അല്ലേ? ശരി. ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകെന്റെ മണിശീലേ. ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകെന്റെ മണിശീലേ. മണിനാഗേ കരിനാഗേ ശംഖുനാഗേ പാതാളകരിനാഗേ കരുത്തറിയ. മണിനാഗേ കരിനാഗേ ശംഖുനാഗേ പാതാളകരിനാഗേ കരുത്തറിയ. അടിയാലേ വായോ നാഗേ മുടിയിളകേ മുടിയാലോ വായോ നാഗേ അടിയിളകേ. അടിയാലേ വായോ നാഗേ മുടിയിളകേ മുടിയാലോ വായോ നാഗേ അടിയിളകേ.
ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ 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 ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಮಣಿದಾಗೆ ಇಳಗಿಳಗೆ ಕರಿದಾಗೆ ಇಳಗಿಳಗೆ ಪಾದಾಳ ಕರಿದಾಗೆ ಮಣಿದಾಗೆ ಇಳಗಿಳಗೆ ಇಳದಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗೆ ಇಳಗೆ ಪಾದಾಳ ಕರಿದಾಗೆ ಮಣಿದಾಗೆ ಇಳಗಿಳಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗುನಾಗೆ ಇಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳಗಿಳ ಮಾಡಿಸಿಲೆ. സ്വാതി കുഴഞ്ഞോ? ആ ഒരു മൂഡ് ഇങ്ങോട്ട് വിട്ട് വന്നിട്ടില്ലല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? ആ പാടിയപ്പോ ആ ഒരു മൂഡ് വന്നോ? ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആ ഒരു ഇതിലേക്ക് എത്തിയെന്ന് തോന്നുന്നല്ലേ? അപ്പൊ നമുക്ക് പെർഫോമൻസിന്റെ കാര്യങ്ങളൊക്കെ ജഡ്ജസിനോട് ചോദിക്കാം. മഹതി മാം. സ്വാതി ഫാന്റാസ്റ്റിക്, നന്നായിട്ട് ചെയ്തു സ്വാതി. സ്വാതി എപ്പോഴും മറ്റേ കണ്ടസ്റ്റൻസ് എല്ലാവരും ഡാൻസ് ചെയ്ത് കുറച്ച് സ്റ്റെപ്പൊക്കെ ചെയ്ത് എല്ലാം ചെയ്യും. സ്വാതിയുടെ ഹസ്ബൻഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം സ്വാതി കുറച്ചും കൂടി അടുത്ത സ്റ്റെപ്പിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കുറച്ച് അവിടെ നന്നായിട്ട് ചെയ്തു സ്വാതി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. നന്നായി പാടുകയും ചെയ്തു സ്വാതി. നല്ല പിച്ചിങ് ആയിരുന്നു. 1-2 സ്ഥലങ്ങളിൽ മാത്രം പോയി, ബട്ട് ദാറ്റ് ഇസ് ഓക്കെ. ബട്ട് വോയിസ് നല്ല ക്ലിയർ ആയിരുന്നു. നന്നായി പാടി സ്വാതി. ആൻഡ് കോറസിന്റെ സപ്പോർട്ട് കമൻഡബിൾ ആയിരുന്നു. വെരി നൈസ്. ആ ചേഞ്ച് ഓവേഴ്സ് നല്ല രസമുണ്ടായിരുന്നു. കീപ് ഇറ്റ് അപ്പ് സ്വാതി. താങ്ക് യു മാം. നാദർഷിക. സ്വാതി നന്നായിട്ട് പാടി. പിന്നെ എന്താ പറയുക, ശരിക്ക് നമ്മൾ ഇതിലൊന്നും ലൈവ് കണ്ടിട്ടില്ല. ഇങ്ങനെ ഇതിന് എന്ത് കളമെഴുത്ത് പാട്ടെന്നാണ് ശരിക്കും? കളത്തിന് മുന്നിലിരുന്നാണ് പാടുന്നത്. കളത്തിന് മുന്നിലിരുന്ന് പാടി കഴിയുമ്പോൾ ഇങ്ങനെ ക്ലൈമാക്സിൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അല്ലാതെ നേരിട്ട് നമ്മൾ മുടി കൊണ്ട് ഇങ്ങനെ ഈ കളം വായിക്കുമല്ലോ. ഇപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എല്ലാ കളം ഫുൾ മായ്ച്ചതിന് ശേഷമാണോ ഇത് നിൽക്കുള്ളൂ? ഓട്ടോമാറ്റിക്കായിട്ട് വരും അതങ്ങനെ. ഇപ്പൊ അങ്ങനെ ഫീൽ ചെയ്ത പാടി ലാസ്റ്റ് ഉണ്ടായി? അതിന്റെ അതൊരു ഫീല് ടോട്ടലി നമുക്ക് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. കോറസും സ്വാതിക്ക് കിട്ടിയ പ്രോപ്സും എല്ലാം കൂടി നമുക്ക് ആ ഒരു ഫീല് ഇവിടെ ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ സാധിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുക. പാടുക എന്ന് പറയുന്നത് ഒക്കെയാണ്, അങ്ങനെ ഒരു ഫീല് ഈ ഫ്ലോറിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അത് സംഭവിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കുപ്പുസ്വാമി സർ. സ്വാതി എന്തോ ഒരു ആവേശം, അത്ഭുതമായി. അവിടെ തെന്നമ്പൂ, வாழையிலேண்ட தீபம், குத்துவிளக்கு, அந்த சிச்சுவேஷன், அந்த வாசனை எல்லாம் சேர்ந்து ஒரு தெய்வீகமான ஒரு சிச்சுவேஷனை நமக்கு உண்டாக்குறது விட அதில் நாகம் வந்தது போல் அந்த அந்த ஆவேசம் லாஸ்ட்ல முடியும் வேளை
നാഗമേ ഇവിടെ വന്നതുപോലെ നിങ്ങൾ ഉടമ്പിൽ ഇറങ്ങണത് പോലെ ഞാൻ ഉണർന്ന് അത് നല്ല அந்த பாட்டில் நீங்கள் அப்படியே உங்களுடைய மனத்தை ஈடுபடுத்து ஃபுல்லாகி பாட்டில் அதனால இந்த பாட்டு நன்னா வந்து நன்னாயிட்டு பாடி நன்னாயிட்டு வேஷம் கட்டி நல்ல ஒரு தெய்வீகம் ஃபீலிங்கை நீங்கள் தந்து ഈ പാട്ട് നന്നായിരുന്നു ബെസ്റ്റ്. താങ്ക് യു സർ. സ്വാതി, ജഡ്ജസ് ഒക്കെ നല്ല കമന്റ്സ് പറഞ്ഞു. അപ്പൊ എത്ര മാർക്സ് കിട്ടുമായിരിക്കും? അറിഞ്ഞൂട്ടോ, നമുക്ക് ചോദിക്കാം അല്ലേ. മഹതി മാം, ഔട്ട് ഓഫ് 30? സ്വാതി ഒരു നല്ല ഒരു പെർഫോമറായി മാറിക്കൊണ്ട് വരുന്നു. അത് കാരണം 29. നാദിർഷക്ക 28 സ്വാതിക്കും പിന്നെ +1 കോറസിനും 29. കുട്ടിസ്വാമി സർ? കോറസ്ക്കും 29 തരലാം ഇല്ല, അല്ല അതും ചേർത്ത് നിങ്ങൾ 29 തരാം. ഞാനും അതെ. താങ്ക് യു ജഡ്ജസ്. അപ്പൊ 90-ല് 87 മാർക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമോഷനും ഒക്കെ ഉൾക്കൊണ്ട് സ്വാതി നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അപ്പം ഇനിയും വരുന്ന റൗണ്ട്സിലും ഞങ്ങൾ അത് പ്രതീക്ഷിക്കും. ഓക്കെ, നന്നായിട്ട് ഇനിയും പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ സ്വാതി വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ തന്നത് മിന്നാമിനിന്റെ ഈ വേദിക്ക്. എല്ലാവരും അത് ആസ്വദിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് ഹാസ്യം റൗണ്ട് ആണ്. ഹാസ്യം റൗണ്ടിൽ നമുക്ക് കുറച്ച് ചിരി പടർത്താനായിട്ട് ഗൗരിയാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ഗൗരി. നാടായ നാടെല്ലാം പാറും പനം തത്തേ പോരുന്നോ നീ എൻ്റെ നാടു കാണാ. ഗൗരി ചേച്ചി ഒന്ന് ചിരിച്ചേ. വളരെ മനോഹരായിരിക്കുന്നു. എന്താ സൗന്ദര്യം. വാവ്. ഏത് പാട്ടാ പാടുന്നത്? വരാന്ന് പറഞ്ഞിട്ട്. ചേട്ടാ വരുവോ? വരും. വരും അല്ലേ. പാട്ട് കഴിയുമ്പോൾ നമുക്കറിയാമേ. അപ്പൊ ശരി, നന്നായിട്ട് പാടൂ, നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓക്കെ. താങ്ക് യു. പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. റോഡൊരു റോഡാണേ ചേട്ടോ, ഒറ്റത്തടിപ്പാലോ. ആ പാലം കടന്നാലോ കാണാ എന്നുടെ വീടായേ. റോഡൊരു റോഡാണേ ചേട്ടോ, ഒറ്റത്തടിപ്പാലോ. പാലം കടന്നാലോ കാണാ എന്നുടെ വീടായേ. വീടൊരു ഊരാണേ ചേട്ടോ, വാതിൽ ചെറുതാണേ. മുൻപിട്ട് വന്നൊഴുട്ടോ ചേട്ടന്റെ തലയത് മുട്ടരുതേ. ചേട്ടാ വീടൊരു ഊരാണേ ചേട്ടോ, വാതിൽ ചെറുതാണേ. മുൻപിട്ട് വന്നൊഴുട്ടോ ചേട്ടന്റെ തലയത് മുട്ടരുതേ. വാതിൽ പനമ്പാണേ ചേട്ടോ, മാന്തി പൊളിക്കരുതേ. മാന്തി പൊളിച്ചാലോ ചേട്ടന്റെ കൈയത് കീറൂലേ. വാതിൽ പനമ്പാണേ ചേട്ടോ, മാന്തി പൊളിക്കരുതേ. മാന്തി പൊളിച്ചാലോ ചേട്ടന്റെ കൈയത് കീറൂലേ. അച്ഛൻ കുരച്ചാലോ ചേട്ടാ തിരിഞ്ഞൊന്നും ഓടരുതേ. അത് പട്ടി കുരച്ചതല്ല, എന്റെ അച്ഛൻ ചുമച്ചതാണേ. പട്ടി കുരച്ചാലോ ചേട്ടാ തിരിഞ്ഞൊന്നും ഓടരുതേ. അത് പട്ടി കുരച്ചതല്ല, എന്റെ അച്ഛൻ ചുമച്ചതാണേ. 90 വയസ്സുള്ളോരമ്മൂമ്മ പഴം വയക്കെട്ടപ്പുണ്ടേ. അമ്മൂമ്മയുണർത്തരുതേ, ഉണർത്തിയ കഞ്ഞ കുഞ്ഞ ചോദിക്കേ. 90 വയസ്സുള്ളോ
വയസ്സുള്ളോരപ്പൂപ്പ കട്ടിൽമ കിടപ്പുണ്ടേ. കട്ടിൽമ തട്ടരുതേ ചേട്ടാ, കട്ടിലൊന്നും പൊളിക്കരുതേ. 5-6 വയസ്സുള്ളോരപ്പൂപ്പ കട്ടിൽമ കിടപ്പുണ്ടേ. കട്ടിൽമ തട്ടരുതേ ചേട്ടോ, കട്ടിലൊന്നും പൊളിക്കരുതേ. ഇന്നാളു മുങ്ങിയിട്ട് ചേട്ടൻ പൊങ്ങിയതിന്നല്ലേ, ഇനിയും മുങ്ങരുതേ ചേട്ടാ, നെറുകേട്ട് കാട്ടരുതേ. ഇന്നാളു മുങ്ങിയിട്ട് ചേട്ടൻ പൊങ്ങിയതിന്നല്ലേ, ഇനിയൊന്നും മുങ്ങരുതേ ചേട്ടാ, നെറുകേട്ട് കാട്ടരുതേ. തവണ വ്യവസ്ഥയ്ക്ക് തുണികൾ കൊടുക്കും രാമേട്ടോ, അതുവഴി വന്നിടണേ തുണികൾ വീട്ടിലും തന്നിടണേ. തവണ വ്യവസ്ഥയ്ക്ക് തുണികൾ കൊടുക്കും രാമേട്ടോ, അതുവഴി വന്നിടണേ തുണികൾ വീട്ടിലും തന്നിടണേ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ജെറിക്ക് എന്തിനാ കൊണ്ട് ലെറ്റർ കൊടുത്താൽ ജെറിയാണെങ്കിൽ അതും കടിച്ചു പിടിച്ച് താഴെ പോലും വെക്കാതെ അത് കടിച്ചു പിടിച്ചിട്ട് അവിടെ നിൽക്കായിരുന്നു. എന്നിട്ട് അവിടെ പോയി ജിനോ ചേട്ടനെ പോയി മാന്തി, അത് കഴിഞ്ഞിട്ട് ആരോമലിന്റെ അടുത്ത് പോയി. ആരോമൽ കൊടുത്തോ? അങ്ങോട്ട് കൊടുത്തു. ഈശ്വരാ. എന്നിട്ട് പിന്നെ വെളിയിൽ പോയി ചേട്ടനെയും പിടിച്ചു അല്ലേ? അപ്പൊ എന്താണ് എല്ലാവർക്കും കൊടുക്കാനുള്ള റീസൺ എന്താ? അത് ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞ. എല്ലാരെയും വളയ്ക്കാനൊക്കെ അങ്ങനെയാണ് ആള് അല്ലേ? ഓ, ഈ ക്യാരക്ടർ അങ്ങനെയാ. അപ്പൊ നമുക്ക് അതിന്റെ പെർഫോമൻസിന്റെ കാര്യം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷിക്ക, ഗൗരി, മോൾ എന്താണ് ഉദ്ദേശിച്ചത്? കഥ പറയും. മോള് ഉദ്ദേശിച്ച കഥ പറ. അത് ആ, എല്ലാരെയും വളയ്ക്കാൻ വേണ്ടിട്ട്. ശരിക്കും ഈ പാട്ടിന്റെ അർത്ഥം അറിയോ? ഈ പാട്ട് സെലക്ട് ചെയ്തത്, ഈ പാട്ട് ഞാനും കലാഭവൻ കൂടി ചേർന്നുള്ള ഒരു കാസറ്റിലെ പാട്ടാണ്. പക്ഷെ ഇതിനകത്ത് അതിന്റെ അർത്ഥം ഒരു രഹസ്യ കാമുകനെ വീട്ടിലേക്ക് വിളിക്കുന്നതാണ് പാട്ട്. അതറിയോ നമുക്ക് അതിന്റെ അർത്ഥം? അതറിയാമെങ്കിൽ ഈ പാട്ട് സെലക്ട് ചെയ്യില്ലായിരുന്നല്ലേ? ആ, അറിയാതെ പറ്റിപ്പോയതാണ് മോൾക്ക് അല്ലേ? ആ, ചെറുതല്ലേ, ചെറിയ മോളായതിന്റെ പേരിൽ മോൾക്ക് അത് അറിയാൻ പാടില്ലാത്ത കാരണമാണ് അത്. അതിന്റെ തീം, സോങ്ങിൽ കിടക്കുന്ന തീം അതാണ് മോള്. പക്ഷെ ഇതിന്റെ ഇടയിൽ മോള് ചെയ്ത ആക്ടിവിറ്റീസ് ഒരു ലവറെ, ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഒരു ലവറെ തിരഞ്ഞെടുക്കുക എന്ന് പറയും അല്ലേ? ആരെങ്കിലും ഒരാൾ വീട്ടിൽ വിചാരിച്ച് അവസാനം വന്ന് കിട്ടിയത് സുരേഷിന്, കുടിയനായിട്ടുള്ള. മാക്സിമം മുഖം കാണരുതെന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു സുരേഷിന്റെ ഫുൾ പെർഫോമൻസ് അല്ലേ? മോള് ചെയ്തത് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആവറേജ് നമുക്ക് രസമുണ്ടായിരുന്നു ടോട്ടലി. താങ്ക് യു സർ. കേട്ടോ? താങ്ക് യു കുട്ടിസ്വാമി സാർ. പൊട്ട പാവാട സട്ടയണിഞ്ച് തുള്ളി തുള്ളിയാടുന്ന ഗൗരി പെണ്ണെ, തുള്ളി പൊട്ട പാവാട സട്ടയണിഞ്ച് തുള്ളി തുള്ളിപ്പാടുന്ന ഗൗരി പെണ്ണെ. ഉള്ളില്ല റോജാ പൂച്ചൂടി, ഉള്ളില്ല റോജാ പൂച്ചൂടി, നന്നായി പാടുന്ന ഗൗരി പെണ്ണെ, നന്നായി പാടുന്ന ഗൗരി പെണ്ണെ. തന്നാന താനന തന്നാനേ, തന്നാന താനേ നനതാന, തന്നാന താനേ തന്നാനേ, തന്നന തന്നേ തന്നാന. നന്നായിട്ട് പാടും. ആ, അതായത് കാസ്റ്റ്യൂം ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് തലയിലെ ഒരു പൂവ്, காமெடி தான். ஏன்னா ஒருத்தருக்கு ஒரு லெட்டர் கொடுத்தா அது சரியான ஒரு லவ், பல பேருக்கு கொடுத்தா அது காமெடி தான் இல்லையா? அதனால காமெடி தான் இது, அப்படியே எடுக்கலாம். ஓகே, நன்னாயிட்டு பாடி, நன்னாயிட்டு ஆடி, நன்னாயிட்டு ஷோ செஞ்சு, குட், நைஸ். താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം. ഗൗരി, മാം നന്നായിട്ടുണ്ടായിരുന്നു ഗൗരി.
താങ്ക് യു മാം. എനിക്ക് ഇത് ഗൗരി കോമഡി ആയിട്ട് കാണാൻ ഇതിൽ എന്താ ഉള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഗൗരി ഒരു നല്ല പെർഫോമറാണ്, നല്ലൊരു സിംഗറാണ്. സിംഗിങ് വൈസ് ഗൗരി യു ആർ ഗുഡ്, നോ ഡൗട്ട്. ഓക്കെ, കോമഡി റൗണ്ട് എന്ന് വരുമ്പോൾ ആ കോമിക് എലിമെന്റ് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, സോ അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. അതർവൈസ് ഐ ലൈക്ക് യുവർ പെർഫോമൻസ്. യു ആർ എ നാച്ചുറൽ ആക്ടർ, സോ ദാറ്റ് വാസ് ഫൈൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഗൗരി, ചേച്ചി വിഷമമായോ പറഞ്ഞത്? പാട്ടിന്റെ കാര്യം പ്രശ്നമൊന്നും പറഞ്ഞില്ല, പക്ഷേ കോമഡി റൗണ്ട് ആയതുകൊണ്ട് ഗൗരിയിൽ നിന്ന് കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. നാദർശക്ക, ഔട്ട് ഓഫ് 30. മോൾക്ക് ഇപ്പൊ എത്ര തരും പറയും? ജോലി തന്നെ പറയും. കോലൊക്കെ കെട്ടി വന്നിട്ട് ആ കൊച്ച് പാവം തോന്നുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് മാർക്കിന്റെ കാര്യത്തിൽ ഒരു 26. താങ്ക് യു അക്ക. കുപ്പസ്വാമി സർ. 26 തരാം. താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം. ഐ ഓൾസോ ഗിവ് യു 26. താങ്ക് യു മാം. താങ്ക് യു ജഡ്ജസ്. അപ്പൊ ഗൗരി 90-ല് 78 മാർക്സ് ആണ്. വലിയ കുഴപ്പമില്ല, പക്ഷേ ഇനിയും റേഞ്ച് ഉണ്ട്. ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കുറച്ച് കുറവാണ് മാർക്സ്. അത് ഈ പറഞ്ഞ മാതിരി ഹാസ്യമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എക്സ്പെക്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഗൗരിയിൽ നിന്ന് നേരത്തെ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. പറഞ്ഞ മാതിരി നല്ലൊരു ഡിസ്കഷൻ, എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു മുൻധാരണ, ഒരു ഡിസ്കഷൻ ഒക്കെ കഴിയുമ്പോൾ കുറേ ഐഡിയാസ് കിട്ടും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്ലോറിൽ പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഗൗരിയുടെ ഈ പെർഫോമൻസിന് ശേഷം നമുക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാണ്. നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് അടുത്തതായി വരാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ദ വെരി ബ്യൂട്ടിഫുൾ, ദ വെരി ഗോർജസ് മഹതി മാം ആണ് അടുത്തതായി നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം മഹതി മാം. ஆசைய காத்துல தூர விட்டு
തൊട്ട് செய்திய கேட்டொரு ஜாட தொட்டு பாடுது பாட்டு ஒண்ணு கோயில் கேக்குது பாட்டு நின்னு ஆசைய காத்துல தூது விட்டு ஆடிய பூவல வாழப்பட்டு നാടൻ പാട്ടുകളും നാട്ടീണങ്ങളുമായി മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ കൂടുതൽ കടുത്ത മത്സരങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. മിന്നാമിനിങ്ങിന്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. ചാലക്കുടിയാകെ വിതുമ്പി കൂടപ്പുഴ തേങ്ങി ഒഴുകി ചാലക്കുടിയാകെ വിതുമ്പി കൂടപ്പുഴ തേങ്ങി ഒഴുകി മിന്നാതെ മിന്നമിനുങ്ങുകൾ എന്നി മറഞ്ഞു മണിമുത്തേ മികാരി പെണ്ണുങ്ങൾ കണ്ണുകൾ എണ്ണിക്കരഞ്ഞു മണിമുത്തേ മൈക്കുച്ചാണ്ട് പാടം കത്തണുമാ മഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണുമാ താടം പെടഞ്ഞിട്ട് ഓണം പഴക്കണുമാ പാടിയിൽ പാടി പതിഞ്ഞൊരായിടങ്ങൾ ഞങ്ങളും പാടി നടക്കുമ്പോൾ പാടിയിൽ പാടി പതിഞ്ഞൊരായിടങ്ങൾ ഞങ്ങളും പാടി നടക്കുമ്പോൾ പാതി വഴി വെച്ചു പാട്ടുമതിയാക്കി പാട്ടിനു പോയി മടിച്ചേട്ടൻ പാതി വഴി വെച്ചു പാട്ടുമതിയാക്കി പാട്ടിനു പോയി മടിച്ചേട്ടൻ തെക്കേ പ്രതാവും എന്നോപ്പെ വലിക്കച്ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ തെക്കേ പ്രതാവും എന്നോപ്പെ വലിക്കച്ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ കാര്യം ചക്ക നല്ലതാണോപ്പേ നമ്മക്കുണ്ണി വലിയതല്ലോപ്പേ മറ്റാർക്കും ഈ ഗതി കേടുവരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കുടമേ നീയവിടെ ഓടപ്പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമനപ്പൂമുഖം വാടിടുമ്പോൾ ഓടപ്പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമനപ്പൂമുഖം വാടിടുമ്പോൾ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ